വണക്കം. നമ്മൾ ഇപ്പോൾ ഒരു ഈസി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. എഗ്ഗ് ബിരിയാണി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഗ്രാമ്പു 3 എണ്ണം, ഒരു ഏലക്ക, കുറച്ച് പട്ട, ഒരു ബ്രിഞ്ചി ഇല, പെരിഞ്ചീരകം, ഒരു പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 സബോള, ഒരു അര കയ്യിൽ എടുക്കണ, ഒരു പിടിയല്ല പകുതി എടുത്താൽ മതി, മല്ലിയില, പുതിന, പിന്നെ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. മുട്ട പുഴുങ്ങിയിട്ട് നമ്മളിങ്ങനെ വറഞ്ഞ് വെച്ചിരിക്കുക, കോട് ആക്കി വെച്ചിരിക്കുക. ഞാൻ 15 മിനിറ്റ് കുതിർത്തിയ ബാസ്മതി റൈസ്. ഇതിൽ 1 കപ്പ് വെള്ളമാണ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിക്കും. ലാസ്റ്റ് ഒഴിക്കാനുള്ള നെയ്യാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിൽ നമുക്കിപ്പോൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇടാം. ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഇത് മുട്ട വറക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റായിട്ട് ഉപ്പിട്ട് ഇതിൽ നമുക്ക് മുട്ടയിട്ട് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ഓക്കെ, ഒരു 1 മിനിറ്റ് അങ്ങനെ ആക്കിയാൽ മതി. ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിലിടുമ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ്. ഞാനിതെടുത്തു, മുട്ടകൾ മാറ്റി. ഇതിൽ നമുക്ക് ഈ പട്ട, ഗ്രാമ്പ് ആ സാധനങ്ങളൊക്കെ ഇടുക. ഓക്കെ, പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് അതൊക്കെ നന്നായി പൊട്ടി വരുന്നു. അതിൻ്റെ അടുത്തത് നമുക്ക് സബോള ഇടാം. ഇത് നന്നായി വാടണം. ഇപ്പോൾ നമുക്ക് സബോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇടാം. ഇതും നന്നായി നമുക്ക് വാടിക്കിട്ടണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ തന്നെ നല്ല മണം വരും. ചെയ്ത് നോക്കൂ. ഈസി ആൻഡ് ടേസ്റ്റി. ഓക്കെ, നമുക്ക് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർക്കാം. ഇതും ഒരു ഇത്തിരി പച്ചമണം പോണ വരെ ഇളക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും പകുതി ഇടുക. ഇത് നന്നായിട്ട് വാടട്ടെ. ഓക്കെ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇതിലാണ് ഞാൻ 1 കപ്പ് അരി എടുത്ത് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഈ വെള്ളത്തിന് വേണ്ട അരി ഉപ്പിടുകയാണ്. നമുക്ക് ഉപ്പ് നോക്കുമ്പോൾ 1 പോയിൻ്റ് കൂടുതൽ നിൽക്കണം. അപ്പോഴാണ് അരി വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ.
ഇതിൽ ഉപ്പ് നോക്കാം നമുക്ക്. ഓക്കെ, നന്നായിട്ട് തിളച്ചു വെള്ളം. നമുക്ക് അരി ഇടാറായി. അരി ഇടാൻ പോവാണ്. ഇപ്പം നമുക്ക് വെള്ളമൊക്കെ എത്രയും വറ്റി റെഡിയായി. ഇനി നമുക്ക് ലേശം ബാക്കിയുള്ള മല്ലി ഇലയും പുതിന ഇലയും ഇടുക. അതിൻ്റെ കൂടെ മുട്ടയിടുക. ഓക്കെ, നമുക്കിനി അടച്ച് വെച്ചിട്ട് ഒറ്റ വീസിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ബിരിയാണി ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നല്ല ഒന്നോടൊന്നും ഒട്ടാണ്ട് ചോറ് നല്ല ഇതായി വന്നിരിക്കണോ. വല്ലാണ്ട് ഇളക്കണ്ട, അത് കണ്ട. ഇങ്ങനെ കുറച്ച് ചൂടാറിയ ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ കണ്ടില്ലേ, നല്ല ഒരു ബിരിയാണിയാണ്. നല്ല ഉതിരിയുള്ള നല്ല ടേസ്റ്റി ബിരിയാണി, എഗ് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.